ഒരു പപ്പടം ഉണ്ടാക്കാൻ 22 ജോലികളുണ്ട്. പറയും എന്തൊക്കെയാണ് ജോലികൾ പറയും. ഒരു ദിവസം എത്ര പപ്പടം ഉണ്ടാക്കും നിങ്ങൾ? ഏകദേശം 2000 പപ്പടം ഉണ്ടാക്കും. 2000 പപ്പടം. ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും പപ്പടം അറിയോ? 400 പപ്പടം പരത്താം. ഒരു മണിക്കൂറിൽ 400 പപ്പടം. അപ്പം അതാണ് സത്യാവസ്ഥ അല്ലേ? ഒറിജിനൽ പപ്പടം 4 ദിവസമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറയണേ. പപ്പടം എന്തായാലും ഉഷാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാദൃശ്യമായിട്ട് പോകുമ്പോഴാണ് ഹാൻഡ് മെയ്ഡ് പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ മലയാളികൾ പപ്പടം കഴിച്ചല്ലേ ശീലമുള്ളൂ, ഉണ്ടാക്കുന്നത് എത്രത്തോർക്ക് അറിയും, അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതവിടെ ഒരു ചേച്ചി ഇരുന്ന് ഹെവി ആയിട്ട് പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പപ്പട വിശേഷം എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. ഹാൻഡ് മെയ്ഡ് പപ്പടം ആണല്ലോ ചേച്ചി ഉണ്ടാക്കുന്നത്? അതെ. എന്താ പേരെന്താണ് പപ്പട കമ്പനിയുടെ? വിഷ്ണു പപ്പടം. എന്താണ്? വിഷ്ണു പപ്പടം. വിഷ്ണു പപ്പടം മോൻ്റെ പേരാണ് അല്ലേ? ആ വിഷ്ണുവിൻ്റെ പേരിലാണ് കേട്ടോ പപ്പട കമ്പനിയുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹാൻഡ് മെയ്ഡ് പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാൻ പോവാണ്. ജീരകം കല്ലിലിട്ടിട്ട് നന്നായി ഒന്ന് ചതയ്ക്കണം. ചതച്ചിട്ട് മെഷീനിലിടണം. എന്നിട്ട് കായവെള്ളം കുറച്ച് ഒഴിക്കുക ആവശ്യത്തിന്. ഒരുപാട് ആ വെള്ളം മണം കിട്ടും. ഇതിൽ പപ്പടക്കാരും ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട്. കളർ അങ്ങനെയാണ്. കായ, ജീരകം, പപ്പടക്കാരം. 5 കിലോ ഉഴുന്ന് മാവ് ഇട്ടിട്ടുണ്ട്. അതിൽ 5 കിലോ ഉഴുന്ന് മാവിന് 5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കാരവെള്ളം ഒറിജിനൽ പപ്പടക്കാരാണ്. ഇപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അത് കൂട്ടി ശരിയായി വരും. മാവ് മിക്സിങ് ആക്കുമ്പോൾ കൊട്ടണ ഒഴിക്കും. കൊട്ടണത്തിൽ നന്നായി അതിൽ കുഴഞ്ഞു വരുമ്പോൾ കയ്യിലും ഒട്ടില്ല. കൂട്ട് നമുക്ക് പരത്തുമ്പോൾ ഒരു മയവും ഉണ്ടാവും. ഒന്നിലൂടെ ഒന്നും ഒട്ടുമില്ല. പണ്ട് മുതൽക്കേ ഞങ്ങൾ കൊട്ടണേനെ ഉപയോഗിക്കാറ്. ഇത് പാകമായതിനു ശേഷം ബാക്കിയുള്ളത് അതാ അറുത്തെടുക്കും. കൂട്ട് ശരിയായി വന്നതും പിന്നെ ഞങ്ങൾ അതിനിട്ട് നന്നായി വലിച്ചിട്ട് തണ്ടാക്കും. ഒന്ന് വലിച്ചാൽ ഇതിനും കൂടെ മയം കിട്ടും എന്ന് പറയുന്നത്. ഇങ്ങനെ കൊട്ടണ തയ്ക്കും. വെജിറ്റബിൾ ഓയിൽ അല്ല, വെജിറ്റബിൾ ഓയിൽ തന്നെ കൊട്ടണം. തണ്ടാക്കാതെ തന്നെ പിന്നെ കമ്പിയാക്കും. ഇങ്ങനെ നീട്ടി കമ്പിയാക്കി അതിനെ ചെറിയ കൂട്ട് വേറെ വലിയ കൂട്ട് വേറെ കട്ട് ചെയ്യും. ചെറിയ കൂട്ടിന് ചെറിയ കമ്പി മതി, വലിയ കൂട്ടിന് ഇത്തിരി വണ്ണമുള്ള കമ്പി വേണം. പിന്നെ പപ്പടം അതിൻ്റെ തിക്നെസ് കിട്ടുള്ളൂ. ചെറിയ കൂട്ട് 200 എണ്ണം കിട്ടും 1 കിലോ മാവിന്. ഇത് ഞങ്ങൾ തൊട്ട് പരത്തുന്നത് സേനമാവ് പറയും. സേലത്തുനിന്ന് വരികയാണ്. കപ്പയില്ലേ, കപ്പട പൊടിയാണ് ഈ തൊട്ട് പരത്തുന്നത്. തൊട്ട് പരത്തുന്ന മാവ് വന്നിട്ട് കപ്പന്റെ പൊടിയില്ലേ? കപ്പട പൊടിയാണ്. പരത്തുമ്പോൾ വന്നിട്ട് അരിപ്പൊടി. ഇത് വരുന്നതിന് മുമ്പ് പണ്ടൊക്കെ അരിപ്പൊടിയിൽ തന്നെ മുഴുവൻ അരിപ്പൊടിയിലായിരുന്നു. ഇപ്പൊ പിന്നെ അവസാനം ഫൈനൽ ടച്ചിന് മാത്രം അരിപ്പൊടി അല്ലേ? വലുതിന് ഈ വട്ടം വേണം, ചെറുതിന് ആ ഒരു വട്ടം മതി. എങ്ങനെ ഫാമിലി മൊത്തം പപ്പടം തന്നെയാണോ? അതെ. എത്ര അച്ഛൻ പ്രീകോഡ് മില്ലിൽ വർക്കറായിരുന്നു. അതിനുശേഷം അമ്മ ഞങ്ങളൊരു 15 വയസ്സിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ചായിട്ട് ഞങ്ങളങ്ങനെ 15 വയസ്സുണ്ടാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒന്ന് വലുതാക്കിയിട്ട് പിന്നെ ഇതേപോലെ പൊടിയിലിട്ട് പിന്നെയും വലുതാക്കണം. അപ്പോഴേ നോർമൽ വട്ടം കിട്ടുള്ളൂ. ഇത് ചെറിയ പപ്പടം ഈ ലെവലേ പരത്തിയിട്ടുള്ളൂ. ഒന്ന് അടുക്കി ഒന്ന് ഈ ലെവലിന് നോക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി പരത്തില്ലേ? ഒന്നിച്ച് വലിയ വട്ടത്തേക്ക് വരില്ല. ഒന്നുകൂടെ അരിപ്പൊടിയിൽ തൊട്ടാൽ കുറച്ചുകൂടെ വട്ടം വെക്കും, അധികം ഒട്ടുമില്ല. ചെറിയ പപ്പടം എത്ര വലുപ്പമായില്ലേ? ഇടയിൽ ചെറുതും വലുതൊക്കെ ഉണ്ടാവും. ഒന്ന് തിരിച്ച് ഒന്ന് നോക്കി പിന്നെയൊന്ന് വലുതാക്കണം. എല്ലാം ഒരേപോലെ ഇരിക്കണം. ചെറുതും വലുതും ഉണ്ടെങ്കിൽ തരം തിരിച്ചിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനെ വട്ടം പിടിക്കുമ്പോൾ തന്നെ അറിയില്ലേ വലുപ്പ വ്യത്യാസങ്ങൾ? പപ്പടത്തിന് എത്ര സ്റ്റേജ് ഉണ്ട് ആക്ച്വലി ഉണ്ടാക്കുമ്പോൾ? ഇതൊക്കെ മൊത്തം 22 പണിയുണ്ട്. 22 ജോലിയുണ്ട്. ഒരു പപ്പടം ഉണ്ടാക്കാൻ 22 ജോലികളുണ്ട്. ഓക്കെ, പറയും എന്തൊക്കെയാണ് ജോലികൾ? പറയും, ജസ്റ്റ് ഓർമ്മയിലുള്ളത് പറഞ്ഞത്.
കാരവെള്ളം കലക്കണത് തൊട്ട് ആ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കണം. ഓ കാരവെള്ളം കലക്കണം, ഉഴുന്ന് മാവ്, കുഴക്കല്, പരത്തല്, അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ തൊടുക, വലുതാക്കുക, ഉണക്കുക, പൊടികൾ ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ 22 പണി വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റായിട്ട് എണ്ണി പറയാൻ പറ്റില്ല എന്നുള്ളൂ. ഒരു ദിവസം എത്ര പപ്പടം ഉണ്ടാക്കും നിങ്ങൾ ഏകദേശം? 2000 പപ്പടം ഉണ്ടാക്കും. 2000 പപ്പടം. ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും പപ്പടം അറിയോ? 400 പപ്പടം പരത്താം. ഒരു മണിക്കൂറിൽ 400 പപ്പടം പരത്താം. ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞങ്ങളുടെ പപ്പടം ഒരു 4 ദിവസം 5 ദിവസമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പപ്പടം 4 ദിവസം 5 ദിവസം നിൽക്കത്തുള്ളൂ കേട്ടോ. ചേച്ചി അത്രയും ജെന്യൂൻ ആയിട്ട് ആൻസർ തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയണത്. 4 ദിവസത്തിൽ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ അതാണ് സത്യാവസ്ഥ അല്ലേ? ഒറിജിനൽ പപ്പടം 4 ദിവസം നിൽക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറയണേ. അപ്പോൾ നമുക്ക് പാക്കറ്റിൽ വരുന്ന സാധനമൊക്കെ എല്ലാ കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ പാക്കറ്റിൽ വരുന്നത് അല്ലേ? വിദേശത്തേക്ക് വേണ്ടിയിട്ട് 100 പപ്പടം 200 പപ്പടം ഒക്കെ ഓർഡർ പറഞ്ഞിട്ട് അതുപോലെ വലിയ പപ്പടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അറിഞ്ഞു വന്ന ആൾക്ക് ലൈക്ക് ഇവിടെ ഉള്ളവർ തന്നെയാണോ അല്ലെ പുറത്തുനിന്നാണോ? പുറത്തുനിന്ന് പ്രാരി സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇവിടെ അയൽപക്കം ഉള്ളവരൊക്കെ വന്ന് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 60 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് പോകും. അപ്പോൾ വരുന്നവർക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഒക്കെ അവൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പാക്കിങ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൈയോടെ പാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കും. ഉണ്ടാക്കുന്ന പപ്പടം എങ്ങനെയാണ് ഇവിടെ വിറ്റ് ചെയ്യും? ഒന്നും ബാക്കിയല്ല. എങ്ങനെയാ അയൽവക്കുന്ന എല്ലാവരും അങ്ങനെ വന്ന് വാങ്ങും. ഇതൊരു നാക്കാണല്ലേ എണ്ണല്? അത് നേക്കാണ്. ഒരു 10 വരുമോ? അല്ല ഒരു ഇതിൽ എത്ര ഉണ്ടോ? 10 ഒരു മറിക്കില്ല 5 മറിച്ചോണ്ടിരിക്കും. 10 മറി മറിച്ച് 50 പപ്പടം. ഓക്കെ. എങ്ങനെ ചെയ്ത് ശീലമാണല്ലോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 50 പപ്പടം ഉണ്ട്. 60 രൂപയ്ക്കാണ് കൊടുക്കണം അല്ലേ? ഈ ഒരു സൈസിലുള്ളത് 50 പപ്പടം 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പപ്പടം എന്തായാലും ഉഷാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് പപ്പടം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ വിഷ്ണു പപ്പടം അല്ലേ ചേച്ചി സ്ഥലം? വിഷ്ണു പപ്പടം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ കൊടുത്താൽ അയച്ചു കൊടുക്കും. അത് പറഞ്ഞോളെ. എത്ര പപ്പടം വേണം പറഞ്ഞാലും ഞങ്ങളത് അയച്ചു കൊടുക്കാൻ റെഡിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പപ്പടം ആവശ്യമുണ്ടെങ്കിൽ നേരെ ഇവരുടെ നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിഷ്ണു പപ്പടം എന്നാണ് ഇവരുടെ പേര്. പാലക്കാടാണ് സ്ഥലം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് പപ്പടം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുക. അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.